വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളെല്ലാം 5:30 മണിക്ക് ആരംഭിക്കും. അന്ന് വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസവും യോഗങ്ങൾ ചേർന്നിട്ട് ഞങ്ങൾ പറഞ്ഞു 64 ഫാമേ ഉള്ളൂ എന്നും. എന്തിനാണ് ഈ ഫാമെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതും? നമുക്ക് കൃഷിരീതികൾക്ക് ഗൗരവതരമായൊരു ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. ആധുനിക കാലത്തെ ഭരണകൂടങ്ങളല്ല, രാജഭരണത്തിൻ്റെ കാലത്ത് തന്നെ ഫാമുകളൊക്കെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ രീതിയിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ രാജഭരണത്തിൻ്റെ കാലത്ത് തന്നെ കൃഷികാര്യങ്ങളിൽ ശാസ്ത്രീയമായ പഠനത്തിന് ഇടപെടലുകൾ തീർക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ മൊത്തത്തിലെടുക്കുമ്പോഴും തിരുവിതാംകൂറിൽ നിന്നാണ് അതിന് തുടക്കമെല്ലാം വരുന്നത്. ശാസ്ത്രീയമായ അറിവുകൾ അത് പ്രായോഗികമായി എങ്ങനെയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷണത്തിന് കർഷകൻ്റെ കൃഷിയിടത്തിലേക്കല്ല പോകേണ്ടത്, സർക്കാരിൻ്റെ മുൻകൈയിലുള്ള കൃഷിയിടങ്ങളിൽ തന്നെ പരീക്ഷണം നടത്തണം. ജയപരാജയങ്ങൾ ഉണ്ടാവാം പരീക്ഷണത്തിൽ, പരീക്ഷണ വസ്തുവാക്കരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെയാണ്. ജയിക്കുമോ പരാജയപ്പെടുമോ, ജയപരാജയങ്ങൾ ഉറപ്പില്ല. ജയിച്ചെങ്കിൽ നല്ല കാര്യം, പരാജയപ്പെട്ടു പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് കർഷകൻ പേറാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഫാമുകൾ അനിവാര്യമായി വരുന്നത്. ആദ്യത്തെ ഭാരതത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആളാണ്. ശസ്ത്രക്രിയയുടെ എൻ്റെ മടുപ്പെല്ലാം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നാഴികടമ്പരമാണ് ഉപേക്ഷിക്കാൻ കാരണം. തൊഴിലെന്താന്ന് വെച്ചാൽ കൃഷി എന്തോരും നേരെ കുറച്ച് വക്കീല് അല്ലെങ്കിൽ ഡോക്ടർമാരെക്കാരോട് പറയാനുള്ളത് 64 ഫാമിൽ 4 ഫാമിൽ ഈ എറണാകുളം ജില്ലയിലുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പ്രകൃതിയിൽ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ആരുടെയും ആർത്തി അടക്കാനായിട്ടുള്ളത് ദൈവത്തിന് തരാൻ പറ്റില്ല. ഗോഡ് ഹാസ് ഗിവൺ us everything for our need but not for our greed. എല്ലാവരുടെയും ആവശ്യത്തിനുള്ള പ്രകൃതി എന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ദൈവം, അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുണ്ട്. പക്ഷേ ഒരുത്തൻ്റെയും ആർത്തി അടക്കാൻ പ്രകൃതി തന്നിട്ടില്ല. അങ്ങനെ ആർത്തി പൂണ്ടത് കൊണ്ടാണ് ഒരുപാട് മരണങ്ങൾ നമ്മുടെ ഈ പെരിയാറിൽ സംഭവിച്ചിട്ടുണ്ട്.